Hello? Yes, Ram here. Ram, I am Meera calling from Pinnacle India for the interview. We informed you last day. Hello? Ram, can you hear me? Yeah, ma'am. Okay. Ram, you can choose the medium for the interview in English or Malayalam. Ma'am, I'm okay with both languages. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം മലയാളം. ഓക്കെ റാം, എങ്കിൽ നമുക്ക് മലയാളത്തിൽ തുടരാം. ഓക്കെ മാം. 15 ചോദ്യങ്ങൾക്കാണ് റാം ഉത്തരം നൽകേണ്ടത്. അതിന് കമ്പനി അനുവദിച്ചിരിക്കുന്ന ടൈം 15 മിനിറ്റ് മാത്രം. ചോദ്യങ്ങൾ മനസ്സിലായില്ലെങ്കിൽ എത്ര തവണ വേണമെങ്കിലും ഞാൻ ആവർത്തിക്കാം. പക്ഷേ കറക്റ്റ് 15 മിനിറ്റ് കഴിയുമ്പോൾ 12 ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം തന്നിരിക്കണം. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. യെസ് മാം. ചില ചോദ്യങ്ങൾക്ക് എഗെയിൻ ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. അതായത് 10 സെക്കൻഡ്, 20 സെക്കൻഡ്, 30 സെക്കൻഡ് എന്നിങ്ങനെ. അത്തരം പ്രത്യേക ചോദ്യങ്ങൾക്ക് മുൻപ് മാത്രമേ അത് തുറന്നു പറയൂ. തെറ്റായ ഉത്തരങ്ങളുടെ ശരി അറിയണമെങ്കിൽ റാമിനത് തുറന്നു ചോദിക്കാം. പക്ഷെ നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സമയമായിരിക്കും. യാതൊരുവിധ തടസ്സങ്ങളും ഇല്ലാതെ റാം കൃത്യം 15 മിനിറ്റും ഫോണിൽ ഉണ്ടായിരിക്കണം. മറ്റു കോളുകൾ ഒന്നും അറ്റൻഡ് ചെയ്യാൻ പാടുള്ളതല്ല. ഓക്കെ, 5 മിനിറ്റിനുള്ളിൽ ഞാൻ വീണ്ടും വിളിക്കും. വിഷ് യു ഓൾ സക്സസ്. താങ്ക് യു മാം. Hello Ram. Yes ma'am. Your time starts now. Okay ma'am. റാം ഒരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ഉദ്യോഗാർത്ഥിയായി ഞാൻ വരികയാണെങ്കിൽ റാം എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? മാം, ഞാൻ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന പോലെ സംസാരിച്ചോട്ടെ? യെസ് റാം, അത് തന്നെയാണ് നമുക്ക് വേണ്ടത്. താങ്ക് യു മാം. മിസ് മീര, ഞാൻ നിങ്ങളുടെ പ്രൊഫൈൽ നോക്കി. ഇറ്റ്സ് ഗുഡ്. അറ്റൻഡ് ചെയ്ത എക്സാമിനേഷൻ എല്ലാം 90% അബോവ് സ്കോറും ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവ വിശേഷണങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമായി. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഈ കമ്പനി തിരഞ്ഞെടുത്തതിൽ ഞാൻ നിങ്ങളെ പ്രശംസിക്കുന്നു. ബിക്കോസ് ഇറ്റ്സ് ഗ്രോയിങ് നൗ. ഇപ്പോൾ HR എക്സിക്യൂട്ടീവായി ജോയിൻ ചെയ്ത മീര ഇൻ ഫ്യൂച്ചർ HR മാനേജറായി പ്രൊമോട്ട് ചെയ്യപ്പെട്ടേക്കാം. അപ്പോൾ കമ്പനിയുടെ എല്ലാവിധ റിക്രൂട്ട്മെന്റുകളും മീരയായിരിക്കും ചെയ്യേണ്ടി വരിക. റൈറ്റ് മീര? യെസ്. അങ്ങനെയെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റിംഗ് സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുമ്പോൾ മീരയ്ക്ക് മുന്നിൽ വരുന്ന MBA-കാരനോട് മീര ചോദിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? മാഡം, ഇതായിരിക്കും എൻ്റെ ആദ്യത്തെ ചോദ്യം. വെരി ഗുഡ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റാം ഇപ്പോൾ നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ്. അവിടെ നിന്ന് 100 മീറ്റർ ഇടത്തേക്ക് മാറിയതിനു ശേഷം 180 ഡിഗ്രി തിരിഞ്ഞ് 200 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അതിനുശേഷം 100 മീറ്റർ ഇടത്തേക്ക് മാറി വലത്തേക്ക് തിരിഞ്ഞ് 300 മീറ്റർ മുന്നോട്ട് നടന്നു. വീണ്ടും ഇടത്തേക്ക് തിരിഞ്ഞ് 100 മീറ്റർ പുറകിലേക്ക് തിരിഞ്ഞ് നടന്നു. അങ്ങനെയെങ്കിൽ റാം ഏത് ദിക്കിലേക്കാണ് ഇപ്പോൾ നോക്കി നിൽക്കുന്നത്? സോറി മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ റാം, തേർഡ് ക്വസ്റ്റ്യൻ. ഒരു കാറിന്റെ നമ്പറിന്റെ ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന അക്കം. രണ്ടാമത്തെയും മൂന്നാമത്തെയും അക്കം സെയിം ആണ്. ആദ്യത്തെ അക്കത്തിന്റെ ഇരട്ടിയാണ് അവസാന 2 അക്കങ്ങൾ. അങ്ങനെയെങ്കിൽ കാറിന്റെ നമ്പർ എത്ര? It's 4998 ma'am. You are right. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യാഹു എന്ന വാക്കിന്റെ മലയാളം മീനിങ്? റാം, are you there? Yes ma'am, I'm here. മനുഷ്യമൃഗം. യെസ്. മീര എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോർമൽ ആകുന്നത്? ആവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞോളൂ. സാറിനറിയാലോ, കഴിഞ്ഞ 3 വർഷമായി HR സീനിയർ എക്സിക്യൂട്ടീവായി ഞാനിവിടെ വർക്ക് ചെയ്യുന്നു.
വേക്കൻ്റ് ആയി കിടക്കുന്ന HR മാനേജർ പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ വിളിച്ചതായി ഞാൻ അറിഞ്ഞു. ഒരുപാട് ആപ്ലിക്കൻസും വന്നിട്ടുണ്ട്. ഞാനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. സാറിൻ്റെ ഒരു റെക്കമെൻഡേഷൻ കൂടി ഉണ്ടെങ്കിൽ ഐ വിൽ ഗെറ്റ് ദ പോസ്റ്റ്. ഇറ്റ് വുഡ് ബി എ ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ മീ. ഓഫ് കോഴ്സ് ഐ ക്യാൻ. ഞാനങ്ങനെ ചെയ്താൽ, അഥവാ ഞാനങ്ങനെ ചെയ്തു എന്ന് തന്നെ മീര വിചാരിച്ചോളൂ. വാട്ട് ഈസ് മൈ പ്രോഫിറ്റ്? വാട്ട് യു മീൻ? ഐ മീൻ എനിക്കെന്ത് തരും? നോ താങ്ക്സ്. ഞാൻ MD കണ്ടോളാം. Good morning, sir. മോർണിംഗ്. I can't do it, Meera. I know you are qualified and experienced, but കമ്പനിയുടെ റൂൾസ് ഒന്നും ഞാനായിട്ട് വയലേറ്റ് ചെയ്യില്ല. മീരയ്ക്ക് അറിയാലോ, അച്ഛൻ്റെ മരണത്തിന് ശേഷം ഞാൻ ഈ കമ്പനി ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയിട്ട് 1 വർഷം തികഞ്ഞിട്ടില്ല. അതിനിടയിൽ കമ്പനി ഇത്ര അധികം വളർന്നെങ്കിൽ അതിന്റെ കാരണം കമ്പനിയുടെ മിഷനും വിഷനും തന്നെയാണ്. മാം, എൻ്റെ സിറ്റുവേഷൻ. Why you are saying like this, Meera? മീരയുടെ ഫാമിലി സിറ്റുവേഷൻസ് നോക്കി എനിക്ക് ഈ കമ്പനി റൺ ചെയ്യാൻ പറ്റുമോ? You can attend the interview. That's all. Anything else? No, ma'am. Meera, 1 second. Yes, ma'am. I can do one thing for you, Meera. നാളെ ഞാനൊരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് ഫോർ എ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. വൺ മിസ്റ്റർ റാം, എ വെൽ ക്വാളിഫൈഡ് യങ് ഗൈ. ആ ഇൻ്റർവ്യൂ നാളെ മീരയ്ക്ക് അറ്റൻഡ് ചെയ്യാവോ? You mean? ഐ മീൻ നാളെ ഇൻ്റർവ്യൂ ടൈം, അതായത് 15 മിനിറ്റ്. മീര കമ്പനിയുടെ MD ആവണം. യു മസ്റ്റ് ബി ദ MD ഓഫ് ദ കമ്പനി. നാളത്തെ 15 മിനിറ്റ് മീരയ്ക്കും കൂടിയുള്ള ഇൻ്റർവ്യൂ ആയിരിക്കും ഫോർ HR മാനേജർ. ഓക്കെ? Come on, Meera. Say yes or no. Yes, I will. Thank you, ma'am. Thanks a lot. Good. GM-നെ പോയി കണ്ടോളൂ. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് GM തരും. മാം, അത് Yeah, I can understand. അച്ഛൻ എളുപ്പം മുതലുള്ള സീനിയർ സ്റ്റാഫാ ഗോപകുമാർ. പലതും അറിയുന്നുണ്ടെങ്കിലും തൽക്കാലം കണ്ടില്ലെന്ന് വെക്കുക. മീര ചെന്നോളൂ. ഡോണ്ട് വറി, ഞാൻ വിളിച്ചു പറഞ്ഞോളാം. യെസ് മാം, താങ്ക് യു. എക്സ്ക്യൂസ് മീ മീര. ശ്രുതി വരാൻ തയ്യാറാണെങ്കിൽ ഞാൻ കൊണ്ടുപോവാം മലേഷ്യ. ഒന്ന് പോ സാറേ. എക്സ്ക്യൂസ് മീ. മേ ഐ? ഓക്കെ, സീ യു. ഞാൻ ഈവനിങ് വിളിക്കാം. ബൈ. ടേക്ക് യുവർ സീറ്റ്. നോ സർ, മാഡം വിളിച്ചിരുന്നില്ലേ? ക്വസ്റ്റ്യൻസ് തന്നായിരുന്നെങ്കിൽ പ്രിപ്പയർ ചെയ്യായിരുന്നു. ഓ യെസ് 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 യെസ്. ഹിയർ ഈസ് ഇറ്റ്. കുറേ അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിൽ 15 എണ്ണം മീര തന്നെ സെലക്ട് ചെയ്തോളൂ. ഷുവർ സർ. മോർണിംഗ് 10 o'clock ഇൻ്റർവ്യൂ. വൺ തിങ്, ഇൻ്റർവ്യൂവിന് മുന്നേ മീര സെലക്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എന്നെ ഒന്ന് കാണിക്കണം. ഓക്കെ? യെസ് സർ. മീര, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കൊള്ളാം, വെരി ഗുഡ് സെലക്ഷൻസ്. സർ, 15 നിന്നും 5 ക്വസ്റ്റ്യൻസ് നമുക്ക് മാറ്റണം. അതെങ്ങനെ? ഐ ക്യാൻ ഹെൽപ്പ് യു.
സർ ഇത് 2 ക്വസ്റ്റ്യൻസേ ആയുള്ളൂ. ബാലൻസ് 3. ഓ, ബാലൻസ് 3. അത് മീര ഉണ്ടാക്കണം. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞാൻ എങ്ങനെയാ സർ 3 ചോദ്യങ്ങൾ ഉണ്ടാക്കുന്നത്? ഉണ്ടാക്കണം. അത് മാത്രം പോരാ മീര, അതവൻ ഒരിക്കലും ഉത്തരം തരാൻ സാധിക്കാത്തതുമാണ്. പക്ഷേ ഞാൻ തന്ന 2 ചോദ്യങ്ങൾക്കും തെറ്റാണെങ്കിൽ കൂടി ഹി മസ്റ്റ് ആൻസർ. സർ അതെങ്ങനെ ശരിയാവും? ആൻസർ പറയാതെ അയാൾ നെക്സ്റ്റ് പറഞ്ഞാലോ? അവനെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിക്കേണ്ടത്. ദാറ്റ്സ് യുവർ ഡ്യൂട്ടി മീര. മേക്ക് ഹിം ടു ആൻസർ മൈ ക്വസ്റ്റ്യൻസ്. ഞാൻ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം പറഞ്ഞാലോ? ഓഫ് കോഴ്സ് യു ഫെയിൽ ഇൻ ദിസ് ഗെയിം മീര. ഒരു പിടി സ്വപ്നങ്ങൾ തൻ അതിരുകളില്ല വാനിൽ മറുകര തേടും ആരോ, എരുതി കനലിനുള്ളിൽ ഒരു കൈത്താങ്ങും തേടി ഇരുളിൽ തിരയുന്നാരോ. ആരാണോ ഈ തീരാമോഹങ്ങൾ തൻ തൂമിന്നൽ തേടുന്നാരോ, ആരോ എന്നാണോ അഴലില്ല നാളുകൾ എന്നാണോ. മോളെ, ഞാൻ എത്ര നേരം വിളിക്കുന്നു? ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ ബാങ്ക് മാനേജറെ കാണാൻ പോയിരുന്നു. പ്രസിഡന്റ് പറഞ്ഞതുപോലെ ലോൺ അവര് പുതുക്കി തരും. പക്ഷെ ഇപ്പോഴത്തെ ശമ്പളത്തിന്റെ സർട്ടിഫിക്കറ്റ് പോരെന്നാ പറയുന്നത്. ലോൺ പുതുക്കി കിട്ടിയില്ലെങ്കിൽ വീടും പറമ്പും ജപ്തി ചെയ്യും. നമ്മുടെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണ. പ്രൊമോഷൻ കിട്ടില്ലേ മോളെ? ഞാൻ ഓഫീസിലേക്ക് വരാം. കഥകളിനി എന്താണോ മറുമൊഴികളേകാനായി പാത ഇനി ഏതാണോ. അകലമറിയാതോരോ ഇടവഴികൾ താണ്ടുമ്പോൾ തീരമിനി എങ്ങാണോ. കൊള്ളുമീ വേനലിൽ പൂക്കുമൻ സ്വപ്നവും ദൂരെയായി പാടുന്നതാരോ. തമ്മിലറിയാതെങ്ങോ ചേരുമീ യാത്രയിൽ അരികെ നാം തേടുന്നതെന്തോ. ഒരു പിടി സ്വപ്നങ്ങൾ തൻ യെസ്, റാം ഹിയർ. അതിരുകളിൽ Ram, I am Meera, calling from Pinnacle India for the interview. We informed you last day. ഷുവർ മാം. എരുതി കനലിനുള്ളിൽ ഒരു കൈ താങ്ങും തേടി നിങ്ങളൊരു ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുമ്പോൾ ഉദ്യോഗാർത്ഥിയായി ഞാൻ വരികയാണെങ്കിൽ ആരാണോ റാം എന്നോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ഞാൻ ആ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന പോലെ സംസാരിച്ചോട്ടെ? നിങ്ങളിപ്പോൾ നിൽക്കുന്നത് കിഴക്കോട്ട് തിരിഞ്ഞാണ്. സോറി മാം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3ാമത്തെ ചോദ്യം, ഒരു കാറിന്റെ നമ്പറിന്റെ ഇറ്റ്സ് 4998 മാം. യാഹു എന്ന വാക്കിന്റെ മലയാളം മീനിങ്. റാം, are you there? യെസ് മാം, ഐ എം ഹിയർ. മനുഷ്യമൃഗം. ഓക്കെ മാം. ഞാൻ തന്ന 2 ചോദ്യങ്ങൾക്കും തെറ്റാണെങ്കിൽ കൂടി ഹി മസ്റ്റ് ആൻസർ. ഏകദേശം 3-4 വർഷങ്ങൾക്ക് ശേഷം റാം ഈ സ്ഥാപനത്തിന്റെ മാർക്കറ്റിംഗ് ഹെഡായി എന്ന് വിചാരിക്കുക. ജസ്റ്റ് ഇമാജിൻ റാം. ഓക്കെ. ഒരു ദിവസം കൃത്യം 6 മണിക്ക് റാം ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നു. 1 മണിക്കൂർ യാത്ര ചെയ്ത് റാമിന് ഒരു അർജന്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ മാം. ഈ മീറ്റിംഗിലൂടെ കമ്പനിക്ക് ലഭ്യമാകേണ്ടത് 50 ലക്ഷം രൂപയുടെ കോൺട്രാക്റ്റ് ആണ്. പുറത്തേക്ക് ഇറങ്ങിയ റാമിനെ സ്ത്രീ വിഷയത്തിൽ വളരെ മോശപ്പെട്ട സ്വഭാവമുള്ള സെക്യൂരിറ്റി ജീവനക്കാരൻ വിഷ് ചെയ്യുന്നു. ഓക്കെ. പെട്ടെന്നാണ് റാം ഒരു കാര്യം ഓർത്തത്. സുന്ദരിയായ തന്റെ സഹപ്രവർത്തക ഓഫീസ് മുറിയിൽ തനിച്ചാണ്. അവർക്കും അത്യാവശ്യമായി കുറച്ച് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ റാമിന്റെ തീരുമാനം എന്തായിരിക്കും?
ഓഫീസിൽ തനിച്ചിരിക്കുന്ന സഹപ്രവർത്തകയ്ക്ക് കൂട്ടിരിക്കുമോ കമ്പനിയുടെ വളരെ സുപ്രധാനമായ കോൺട്രാക്ട് സൈൻ ചെയ്യുമോ? ഉറപ്പായും ഞാൻ എൻ്റെ കൊളീഗിൻ്റെ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകും മാഡം. ബിക്കോസ് ഒരുപക്ഷെ ഞാൻ കോൺട്രാക്ട് സൈൻ ചെയ്താൽ കമ്പനിക്ക് 50 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടായേക്കാം. ബട്ട് സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ സ്വഭാവ വൈകൃതം കൊണ്ട് എൻ്റെ കൊളീഗിന് എന്തെങ്കിലും സംഭവിച്ചാൽ ചിലപ്പോൾ കമ്പനി തന്നെ ഇല്ലാതായേക്കാം. പിന്നെ മറ്റൊരു കാര്യം, ഈ ചോദ്യം തികച്ചും അപ്രസക്തമാണ് മാഡം. കാരണം എനിക്കറിയാം ഈ കമ്പനിയുടെ MD ഒരു യങ് ലേഡിയാണ്. സാധ്യതകളെ തിരിച്ചറിയാൻ കഴിവുള്ള ഈ സ്ത്രീ ഇത്തരം സ്വഭാവ വൈകൃതമുള്ള ഒരു ജീവനക്കാരനെ അവിടെ തുടരാൻ അനുവദിക്കില്ല മാഡം. 6th question. ബുദ്ധിമാനായ ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ 30 തേങ്ങ വീതമുള്ള 3 ചാക്കുണ്ട്. 3 ചാക്കിലും കൂടി മൊത്തം 90 തേങ്ങ. 30 ചെക്ക് പോസ്റ്റ് കടന്നു വേണം ഈ കച്ചവടക്കാരൻ ചന്തയിലെത്താൻ. ഓരോ ചെക്ക് പോസ്റ്റിലും ഒരു ചാക്കിന് 1 തേങ്ങ വീതം ടാക്സ് കൊടുക്കണം. അതായത് ഒരു ടാക്സ് പോയിന്റിൽ 3 തേങ്ങ. 30 ചെക്ക് പോസ്റ്റുകളും കടന്നു കഴിയുമ്പോൾ ഈ കച്ചവടക്കാരന്റെ കയ്യിൽ തേങ്ങ അവശേഷിക്കുമോ? ഉണ്ടെങ്കിൽ എത്ര? Ram, your time is going. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടും? വളരെ മാന്യമായിട്ട് 3 ചാക്കിൽ നിന്ന് ഓരോ തേങ്ങ വീതം 30 ചെക്ക് പോസ്റ്റിൽ കൊടുത്ത് ദേ ഇതുപോലിരുന്ന് കരയും അല്ലേ? പക്ഷെ നമ്മുടെ കഥാനായകൻ 3 ചാക്കുകളും കൊണ്ട് 30 ചെക്ക് പോസ്റ്റ് കടക്കുകയും ചെയ്യും, ബാക്കി തേങ്ങ കയ്യിൽ വെക്കുകയും ചെയ്യും. സാറേ നമസ്കാരം. 3 ചാക്ക് 3 തേങ്ങ. വന്നിപ്പോ നടന്നു പോകാനും നമ്മുടെ നാട്ടിൽ ടോൾ കൊടുക്കണം. സാറേ കടഞ്ഞത് എന്ന് പറ്റിക്കാനും പറ്റൂല. അവർക്ക് ചാക്കണത്തിന് തേങ്ങ കിട്ടിയാ പോരെ, ഏത് ചാക്കിനാന്ന് അവര് നോക്കണ എന്തിനാ? അങ്ങനെ 10 ചെക്ക് പോസ്റ്റുകൾ കഴിഞ്ഞപ്പോ എന്റെ ഒരു ചാക്ക് കാലി. ഹോ, ഭാരം കുറഞ്ഞു. ബുദ്ധിപരമായിട്ട് ഒരു ചാക്ക് ഒഴിവാക്കുകയും ചെയ്തു. ഇനിയപ്പോ 2 ചാക്ക് 2 തേങ്ങ എടുത്തോട്ടെ. നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു 2 തേങ്ങ. ഇനി ആ കമ്പി ഒന്ന് നോക്കേ. എന്റെ 2ാമത്തെ ചാക്കും കാലിയാണ്. ഇനി എന്റെ കയ്യിൽ ആകെ ഒരു ചാക്കേ ഉള്ളൂ. ഇന്ത്യൻ ചെക്ക് പോസ്റ്റ് ആക്ട് പ്രകാരം ഒരു ചാക്കിന് 1 തേങ്ങ. അങ്ങനെ 26 മുതൽ 30 വരെയുള്ള ചെക്ക് പോസ്റ്റുകളിൽ ഓരോ തേങ്ങ വീതം ഞാൻ കൊടുക്കും. 30ാമത്തെ ചെക്ക് പോസ്റ്റ് കടന്ന് ഞാൻ പോകുമ്പോ എന്റെ ചാക്കിലുള്ള തേങ്ങകളുടെ എണ്ണം. My answer is 25, madam. You are correct, Ram. Here is the 7th question. അവൻ ഒരിക്കലും ഉത്തരം തരാൻ സാധിക്കാത്തതുമാവണം മീരയുടെ ചോദ്യങ്ങൾ. റാം, ഈ ചോദ്യത്തിന് 10 സെക്കൻഡ്സിനുള്ളിൽ ഉത്തരം പറയേണ്ടതാണ്. Okay, ma'am. എറണാകുളം ജില്ലയിലെ മുളവുകാട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരെന്താണ്? സോറി മാം, എനിക്കറിയില്ല. മിസ്റ്റർ റാം, ഇറ്റ്സ് യുവർ പഞ്ചായത്ത്. അല്ല മാം, ആരത്? നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേര് KN ദിനകരൻ എന്നാണ്. 8ാമത്തെ ചോദ്യം. റാം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്കുള്ള ഒരു ട്രാൻസ്പോർട്ട് ബസ് ഓടിക്കുകയാണ്. യെസ് മാം. ഇനി ശ്രദ്ധയോടെ കേൾക്കണം. മാത്സ് ആണ്, ഈ ചോദ്യം ആവർത്തിക്കുന്നതല്ല. ഓക്കെ. ബസ്സിൽ ആകെ 12 പേരുണ്ട്. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് 2 പേർ ബസ്സിൽ കയറി, ഒരാൾ ഇറങ്ങിപ്പോയി. നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് 3 പേർ ബസ്സിൽ കയറി, 2 പേർ ഇറങ്ങിപ്പോയി. ഓക്കെ. ഓക്കെ മാം. അടുത്ത സ്റ്റോപ്പിൽ നിന്ന് 5 പേർ ബസ്സിൽ കയറി. പക്ഷേ 3 പേരുടെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നില്ല. 2 പേരെ കണ്ടക്ടർ ഇറക്കി വിട്ടു. ഒരാൾക്ക് തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്ത് ടിക്കറ്റ് എടുത്തു. ഓക്കെ റാം? ഓക്കെ മാം. അങ്ങനെയെങ്കിൽ ഡ്രൈവറുടെ ഏജന്റ്. എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് പോകുന്ന വണ്ടിയുടെ ഡ്രൈവർ ഞാൻ തന്നെയാകുമ്പോൾ ഡ്രൈവറുടെ ഏജ് 25. Yes, you're right. റാം, ക്വസ്റ്റ്യൻ നമ്പർ 9. ഓക്കെ മാം. 100 സെക്കൻഡിനുള്ളിൽ
എ എന്ന ലെറ്റർ ഇല്ലാത്ത 100 വേർഡ്സ് പറയണം. Your time starts now. One, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 98, 99, 100. It's my answer, ma'am. You're right, Ram. Ram, ഇറ്റ്സ് എ 10-second question and the 10th question. ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ദ്വീപ് ഏത്? Sorry, ma'am, I don't know. Do you want to know the answer, Ram? Yes, ma'am. റാമിന്റെ നാടിന്റെ തൊട്ടടുത്തുള്ള വൈപ്പിൻകരയാണ്. ഏഷ്യയിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ദ്വീപ്. റാം, here is your 11th question. Yes, ma'am. റാമിന്റെ കയ്യിൽ പനിയുടെയും ചുമയുടെയും 2 ടാബ്ലറ്റ്സ് വീതമുണ്ട്. Yes. 4 ടാബ്ലറ്റ്സിനും സെയിം കളർ, സെയിം സൈസ്, സെയിം സ്മെൽ ആൻഡ് സെയിം വെയിറ്റ്. okay ma'am. റാമിന് ഇപ്പോൾ പനിയുടെയും ചുമയുടെയും ഓരോ ഗുളികകൾ വീതം കഴിക്കണം. വാട്ട് വിൽ യു ഡു? ഞാൻ 4 ടാബ്ലറ്റ്സും 2ആയി മുറിച്ച് ഓരോന്നിന്റെയും പകുതി വീതം കഴിക്കും. You're right, Ram. Thank you ma'am. 12th question. ഒരു റൂമിൽ 3 പേരുണ്ട്. Okay. അവർ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്താൽ ടോട്ടൽ ഷേക്ക് ഹാൻഡിന്റെ എണ്ണം എത്ര? Answer me. 10 seconds. It's 3, ma'am. You're right, Ram. Question number 13. If hard work Is 98%, knowledge is 96%, love is 54, luck is 47, money is 72, and leadership 97%. then what is the percentage of attitude? Sorry, ma'am. Next question, please. Okay, Ram. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കളിപ്പാട്ടം? ൽ ഇംഗ്ലണ്ടുകാരനായ ഏൺ റൂബിക് എന്ന ആർക്കിടെക്ട് കണ്ടെത്തിയ റൂബിക്സ് ക്യൂബാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിറ്റിട്ടുള്ള കളിപ്പാട്ടം. You're right, Ram. താങ്ക് യു, മാം. Ram, now you answered 10 questions. Here is your last question. ഓക്കെ, മാം. സർ, ഈ ക്വസ്റ്റ്യൻ ഞാൻ യെസ്, യു മസ്റ്റ് മീര. റാമിന്റെ അമ്മ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ what will be your attitude? ആമാ. ഞാൻ വീട്ടിലുണ്ടമ്മ. ടൂറൊക്കെ എങ്ങനെയുണ്ട്? നല്ല തണുപ്പാടാ ഇവിടെ. നിനക്കൂടെ വരാ. ഓ പിന്നെ, ഒന്ന് പോമ്മ. നിങ്ങളുടെ ഹണിമൂൺ യാത്രയിൽ ഞാനെന്തിനാ? എടാ, എന്റെ ജോലി എന്തെടുക്കണോ? അവളത് ഇവിടെ ഉണ്ട്. ഏതോ ഇന്റർവ്യൂന്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ നീ. ധാമ നടന്നുകൊണ്ടിരിക്കുക ഇന്റർവ്യൂ. അതെയോ? കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വിളിക്കാമ്മ. അമ്മയെ വിളിക്കാം. ശരി മോനെ. hello ma'am. റാം എന്താ ഫോൺ കട്ട് ചെയ്തത്? അത് റേഞ്ച് കട്ടായതാ. റേഞ്ച് ഉള്ളിടത്ത് നിൽക്കണമെന്ന് ആദ്യം റൂൾസിൽ പറഞ്ഞിരുന്നതല്ലേ? ഇതിന് ഉത്തരം പറയുന്നോ അതോ? യെസ് മാം, ഞാൻ ആൻസർ ചെയ്യാം. എൻ്റെ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി എനിക്ക് പ്രശ്നമില്ല മാം. Because എനിക്കറിയാം എൻ്റെ അമ്മയെ.
എൻ്റെ അമ്മയുടെ ക്ലയൻറ്റ് ഉറപ്പായിട്ടും എൻ്റെ അച്ഛൻ മാത്രമായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട് മാഡം. അത് പറഞ്ഞാൽ ഒരുപക്ഷെ എനിക്ക് ജോലി കിട്ടില്ലായിരിക്കും. പക്ഷെ പറയാതിരിക്കാൻ വയ്യ മാഡം. ഈ ചോദ്യം ഉണ്ടാക്കേണ്ട നമ്മുടെ കാര്യം എനിക്കറിയില്ല കേട്ടോ. Okay, Ram. Now, questions are over. 2 minutes remain. രാമിന് ആവശ്യമുണ്ടെങ്കിൽ ഏതെങ്കിലും ചോദ്യം ഞാൻ ആവർത്തിക്കാം. Because you must answer one more question. To pass this interview. Of course, ma'am. Could you please repeat question number 13? ഞാൻ തയ്യാറാക്കുന്ന ചോദ്യങ്ങൾക്ക് അയാൾ ഉത്തരം പറഞ്ഞാലോ? You fail in this game, Meera. Okay, Ram. If hard work is 98%, Knowledge 96, love 54, luck 47, money 72, leadership 97, then what is the percentage of attitude? മാം, ചോദിക്കാൻ പാടില്ലാത്തതാണ്. എനി ക്ലൂ? എക്സ്ക്യൂസ് മീ മീര, അവനെ തോൽപ്പിക്കലല്ല നമ്മുടെ ഉദ്ദേശം. അവൻ്റെ ക്ഷമയും കഴിവും വിവേകവും എത്രമാത്രം കമ്പനിക്ക് ഉപകരിക്കും എന്നറിയാൻ വേണ്ടി മാത്രമാണ്. നിന്റെയും. യു ഗോട്ട് ദാറ്റ്? Ram, Now luck is 47%. If you're lucky, that will increase into 72%. This is my clue. Ma'am, the attitude is 100%. you're absolutely correct, Mr. Ram. Thanks, ma'am. Ram, your interview is over. 12 എണ്ണത്തിന് റാം ആൻസർ തന്നിട്ടുണ്ട്. Okay. But the clue. Anyway, I'll get back to you soon. Thanks, ma'am. Well done, Meera. You have done a great job. Thank you. Hello. Ram, I'm the managing director of Pinnacle. Devika here. Yes, ma'am. Congrats, Ram. You are appointed as the new marketing executive of our company. Thank you, ma'am. And our company wish you all the very best. Oh, thank you, ma'am. Thank you so much.